ഹലോ ഗൈസ്, ഞാനുള്ളത് പെരുമ്പാടി ചുരത്തിലാണ് കേട്ടോ. അപ്പോൾ ഒരു 4 മാസം മുന്നേ ഒരു ബസ്സിന് തീപിടിച്ചിരുന്നു ചുരം ഇറങ്ങി വരുമ്പോൾ. അപ്പോൾ ഈ ബസ്സിൻ്റെ മുമ്പിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കേട്ടോ. നമ്മളൊരു സുഹൃത്തിൻ്റെ ബസ്സാണ്, കൂത്തുറമ്പുള്ള ബസ്സായിരുന്നു കേട്ടോ. അപ്പോൾ ഇറക്കത്തിൽ ഷോർട്ട് സർക്യൂട്ടായിട്ടാണ് തീപിടിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിയാൽ ബസ് പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. ബസ്സിൻ്റെ മെറ്റൽ ഭാഗങ്ങൾ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാം കത്തിയാണ് കേട്ടോ. കാരണം വെച്ചാൽ ആളാവായൊന്നുമില്ല, തീ പിടിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആളെല്ലാം ഇറങ്ങീന്. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായിന്. കാരണം വെച്ചാൽ ഇരുമ്പല്ലാണ്ട് വേറൊന്നും ഇതിൻ്റെ അകത്ത് ബാക്കിയില്ല തീപിടിക്കാണ്ട്. ഇത് കണ്ട സൈഡിലുള്ള ഒരു എന്താ പറയുക, ഇതെല്ലാം ഉരുകിയിട്ട് കണ്ട ഇങ്ങനെയാണുള്ള. സ്റ്റിയറിങ്ങിൻ്റെ എല്ലാം കമ്പി മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇവിടെ നിന്ന് തീ പിടിച്ചാൽ ഫയർഫോഴ്സ് വരേണ്ട നമ്മൾ ഇരുട്ടിന്നാണ്. അപ്പോൾ ഇരുട്ടിന്ന് ഇവിടെ എത്തുമ്പോഴേക്കുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. വേണ്ട ഡീസൽ ടാങ്കിൻ്റെ ഓട്ടയിൽ ഇങ്ങനെയുള്ള. ഇപ്പോൾ റോഡിൽ നിന്ന് മൊത്തം മാറിയിട്ട് ഇവിടേക്ക് പുറത്തേക്കായ സൈഡിലെ ഇടയിലേക്ക് പോയിട്ടുണ്ട്. വേണ്ട ടയറിൻ്റെ എല്ലാം കമ്പി മാത്രം ബാക്കിയായിരുന്നു. ഉള്ളെല്ലാം ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കത്തിയിട്ട് ഒന്നും ബാക്കിയില്ല. മെറ്റൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു സംഭവം വണ്ടിയിലുണ്ടെങ്കിൽ അല്ല, അതിൻ്റെ അകത്ത് മെറ്റൽ ഒഴിച്ചിട്ട് ബാക്കി എല്ലാം കത്തിയിട്ടുണ്ട്. പക്ഷെ മൊത്തം കത്തിയിട്ടുണ്ട്. മേലത്തെ മരടക്കം തീ പിടിച്ചിട്ട് അങ്ങ് മേലെ വരെ തീ പിടിച്ചിട്ടുണ്ട്. മൊത്തം കരിയാണ്. ഇങ്ങനെയാണുള്ള അവസ്ഥ. എഞ്ചിനെല്ലാം അയ്യോ എന്ത് പറയാനാ. ഉണ്ടാക്കി റോഡിലിറക്കിയ മുതലാളീൻ്റെ വിഷമം എത്ര വിഷമം ഉണ്ടാവും അല്ലേ. ഒരു മുതലിങ്ങനെ റോഡിൽ കിടന്ന് കത്തിയിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഇനി ഇപ്പുറത്തെ സൈഡ് പിന്നെ ഡോറിൻ്റെ സൈഡ് ജാമായിട്ടാണ്, കിഴക്ക് ജാമായിട്ടാണ്. കണ്ട ഇങ്ങനെ വന്ന് വീണോണ്ട് റോഡൊന്നും വലിയ ബ്ലോക്ക് ആയിട്ടില്ല. അന്നേരം തന്നെ പുറത്തേക്ക് വന്നിട്ട് വരുമ്പോന്ന് ഇങ്ങോട്ട് വന്ന് വീണ് ചേർക്കൽ കംപ്ലീറ്റ് റോഡിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പം തീർച്ചയായും ശേഷം ആയതായിരിക്കും. എന്തായാലും വലിയ കഷ്ടം തന്നെ അല്ലേ. ഇതിൽ ഉള്ള യാത്രക്കാർക്കൊന്നും ഒരു പരിക്കുമില്ല കേട്ടോ. അപ്പോൾ തീപിടുത്തം തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ഇറങ്ങി. അതുകൊണ്ട് അതന്നെ വലിയൊരു ഭാഗ്യമാണ്. ബസ് തീപിടിച്ചില്ല, ഏറ്റവും വലിയ മഹാഭാഗ്യം അതാണ്. ഒരാൾക്കും പരിക്കില്ല. ഇതിൻ്റെ നഷ്ടം ഇതിൻ്റെ മുതലാളിക്ക് മാത്രം, അത്രേ പറയാനുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമല്ലേ കാണുമ്പോൾ.